മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എനിക്ക് ഇന്നലെ ഒരു ഇമെയിൽ കിട്ടി. 2-3 പേര് വിളിച്ച് ചോദിക്കുകയും ചെയ്തു. നമ്മുടെ കേരളവർമ്മ കോളേജിൽ സരസ്വതിയുടെ നഗ്നചിത്രം വരച്ചതിനെ കുറേ SFIക്കാരും DYFIക്കാരും ന്യായീകരിച്ചു അത്രേ. ചില പുസ്തകങ്ങളിലും ചില കലാകാരന്മാരും അത് വരയ്ക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ വരച്ചതെന്ന് ന്യായീകരിച്ചു അത്രേ. അതിശക്തമായ പ്രതികരണം, തന്തയ്ക്ക് വിളി ഉൾപ്പെടെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നിറഞ്ഞപ്പോൾ ഉള്ളൊന്ന് കത്തിയതിൻ്റെ പ്രതിഫലനമാണ് ക്ഷമാപണ രൂപത്തിൽ വിശദീകരണവുമായിട്ട് ഇറങ്ങിയത്. അതിനെക്കുറിച്ച് സാറ് എന്തെങ്കിലും ഒന്ന് പറയാമോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. ആദ്യം വിചാരിച്ചു ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല, തന്നെത്താനെ നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതിനെ കാലചക്രം അടിച്ചു തെറിപ്പിക്കുമെന്ന് പറയാറുള്ളത് ഇവിടെയും ആപ്ലിക്കബിൾ ആണ് എന്ന് വിചാരിച്ചു. എങ്കിലും ചെറിയ ചില എക്സ്പ്ലനേഷൻസ്. ഏത് ക്ഷേത്രം നിർമ്മിക്കുമ്പോഴും അതില് ശ്രീകോവിലിന്റെ ചുവട്ടിൽ 5 മാലയുണ്ട്. ഒന്ന് നരമാല, മനുഷ്യരുടെ വ്യത്യസ്ത രൂപത്തിലുള്ള മനുഷ്യരുടെ ചിത്രങ്ങൾ വരച്ച ശ്രീകോവിലിന് ചുറ്റും കരിങ്കല്ലിൽ കാർവ് ചെയ്ത് വെക്കാം. മൃഗമാല, വ്യത്യസ്ത മൃഗങ്ങളുടെ മാല. പിന്നെ വൃക്ഷമാല, പല വൃക്ഷങ്ങളുടെയും മാല. പിന്നെ ഇതിഹാസമാല, ഏതെങ്കിലും ഇതിഹാസത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ, ദേവതാ സങ്കല്പം, അവതാരങ്ങളൊക്കെ. പിന്നെ പുഷ്പമാല. അങ്ങനെ ശ്രീകോവിലിന്റെ ചുവട്ടിൽ പുറത്തുനിന്ന് നോക്കിയാൽ പഴയ കാലത്തെ ക്ഷേത്രങ്ങളിൽ 5 മാലകൾ കരിങ്കല്ലില് കൊത്തിവെക്കുന്ന പതിവുണ്ട്. ദേവമാല പതിവില്ല. സങ്കല്പ രൂപത്തിലാണ് ത്രിമൂർത്തികളും ത്രിശക്തികളും അതുപോലെ തന്നെ ഗണേശൻ, സുബ്രഹ്മണ്യൻ, ഇവരെല്ലാം സങ്കല്പ ദേവതകളാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരല്ല. വിദ്യയെ സരസ്വതിയുടെ രൂപത്തിൽ ആരാധിക്കുന്നു. ഭാരതത്തെ ഭാരതമാതാവ് എന്ന രൂപത്തിൽ ചിത്രത്തിൽ നമ്മൾ ആരാധിക്കാറില്ലേ? ശങ്കരാചാര്യരെ കണ്ടവരില്ല, വേദവ്യാസനെ കണ്ടവരില്ല, എന്നാലും വേദവ്യാസന്റെ ചിത്രം വരച്ച് നമ്മൾ കാണുന്നു. അവർ ജീവിച്ചിരുന്നവരാണ്. ശ്രീകൃഷ്ണനും ശ്രീരാമനും ജീവിച്ചിരുന്നവരാണ്. പക്ഷെ അവരുടെ ചിത്രങ്ങളോ പ്രതിമകളോ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയത് ഇന്നില്ല. സാങ്കല്പികമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പൊ ദേവതാ സങ്കല്പത്തിൽ, അവതാരങ്ങളിൽ ജീവിച്ചിരുന്നവരുണ്ട് ദേവതാ സങ്കല്പത്തില്. പക്ഷെ പ്രകൃതി ചൈതന്യത്തെയാണ് ലക്ഷ്മി, സരസ്വതി, പാർവതി എന്നും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെന്നും കാണുന്നത്. അവരെ ചിത്രരൂപത്തിൽ വരയ്ക്കുമ്പോ എങ്ങനെയാ അവരുടെ രൂപം കിട്ടിയത്? ബെർക്ക്ലി യൂണിവേഴ്സിറ്റിയിലെ തിയറട്ടിക്കൽ ഫിസിക്സിന്റെ പ്രൊഫസറുണ്ട്, ഡോക്ടർ ഫ്രിഡ്ജോഫ് കാപ്ര. ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹം പറയേണ്ടായി, ഞാൻ സമുദ്രതീരത്ത് ഏകനായിട്ട് കണ്ണടച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വിരിഞ്ഞ ധാരാളം രൂപങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞതിനെ ഞാൻ വേറൊരു വരിയിലൂടെ പറയാം. ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഞാൻ ധാരണ ഉണ്ടാക്കി ധ്യാനിച്ചപ്പോൾ ആ ധ്യാനത്തില് എനിക്ക് രൗദ്രഭാവമുള്ള താണ്ഡവ നൃത്തമാടുന്ന ശിവന്റെ രൂപം എൻ്റെ മനസ്സിൽ വന്നു. ആ ശിവന്റെ താണ്ഡവമാടുന്ന നൃത്തരൂപത്തെ എനിക്ക് ആറ്റത്തിന്റെ S ഓർബിറ്റല്, P ഓർബിറ്റല്, D ഓർബിറ്റല്, F ഓർബിറ്റല്, sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റല്, sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റല്, sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റല്, K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല്, N ഷെല്ല് എന്നുള്ള രീതിയിൽ കാണാൻ സാധിച്ചു. ഇലക്ട്രോണുകളുടെ താണ്ഡവ നൃത്തമാണ് ആറ്റത്തിനകത്തെന്നുള്ളത് കാണാൻ സാധിച്ചു. വായുവിന്റെ മോളിക്യൂളുകളുടെ താണ്ഡവ നൃത്തമാണ് ടോർണാഡോ, ടെമ്പസ്റ്റ്, സൈക്ലോൺ എന്നുള്ളത് കാണാൻ സാധിച്ചു. വെള്ളത്തിന്റെ താണ്ഡവ നൃത്തമാണ് തിരമാലകളും സുനാമിയും എന്ന് എനിക്ക് കാണാൻ സാധിച്ചു. കാട്ടുതീയുടെ ജ്വാലകള് രൗദ്രഭാവത്തിലുള്ള ശിവന്റെ ആ താണ്ഡവ നൃത്തം പോലെ എനിക്ക് കാണാൻ സാധിച്ചു എൻ്റെ മനസ്സിനകത്ത്. അപ്പൊ വിദ്യയെ മനസ്സിനകത്ത് വെച്ച് ധ്യാനിച്ചാൽ വിദ്യയുടെ ഒരു രൂപം കിട്ടും. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധകേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ എന്നും പത്മാനനെ പത്മഊരു പത്മാക്ഷി പത്മസംഭവേ ത്വമ്മാം ഭജസി പത്മാക്ഷി യനസൗഖ്യം ലഭാമ്യഹം പത്മപ്രിയേ പത്മിനി പത്മഹസ്തേ പത്മാലയേ പത്മദലായതാക്ഷി വിശ്വപ്രിയേ വിഷ്ണുമനോനുകൂലേ ത്വൽപാദപത്മം ഐസന്നിധസ്വ
എന്ന് ദേവിമാരെ സങ്കല്പിച്ചാൽ മനസ്സിൽ കിട്ടുന്നൊരു രൂപമുണ്ട്. മഹാവിഷ്ണുവിനെ സങ്കല്പിച്ചാൽ മനസ്സിൽ കിട്ടുന്നൊരു രൂപമാണ് നമ്മൾ എന്നും പറയാറുള്ളത്. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം അല്ലെങ്കിൽ വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനുഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവ്വലോകൈകനാഥം. ധ്യാനമന്ത്രമാണത്. ശിവനെ ധ്യാനിച്ചാൽ കിട്ടുന്ന മന്ത്രമുണ്ട്. ബിഭ്രദോർഭ്യ കുടാരം മൃഗമഭയവരൗ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജനിലയോ വ്യാഘ്രധർമാത്തവാസ ധ്യേയോ മുക്തപരാഗ മൃദരസകിലത ദ്രിപ്രഭ പഞ്ചവക്ത്രത്രക്ഷ കോടിര കോടിര ഗണിത തുകിനരോ ജിഷ്കലാത്തുങ്ക മൗലി. ധ്യാനരൂപത്തിൽ കിട്ടിയതാണ് ലക്ഷ്മി സരസ്വതി പാർവതിയുടെ രൂപം. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ രൂപം ധ്യാനരൂപത്തിൽ കിട്ടിയതാണ്. ഗണപതിയുടെ രൂപം ധ്യാനരൂപത്തിൽ കിട്ടിയതാണ്. സുബ്രഹ്മണ്യരുടെ രൂപം ധ്യാനരൂപത്തിൽ കിട്ടിയതാണ്. അപ്പൊ ഈ ധ്യാനരൂപത്തിൽ കിട്ടിയ ഒരു രൂപവും നെയ്ക്കഡ് അല്ല, നഗ്നമല്ല. മനുഷ്യൻ ധ്യാനിക്കുമ്പോൾ മനുഷ്യന് സമാനമായിട്ടുള്ള രൂപമേ വരുള്ളൂ. മനുഷ്യനെ നെഗറ്റീവായിട്ട് ധ്യാനിച്ചാലാണ് നെഗറ്റീവ് നഗ്ന രൂപം വരിക. സ്വന്തം അമ്മയെ നഗ്നമായിട്ട് കാണാൻ കപ്പാസിറ്റി ഉള്ള പാർട്ടീസ് ആയിരുന്നു കേരളവർമ്മ കോളേജിലെ SFIക്കാരും അവരുടെ തലതൊട്ടപ്പന്മാരും. അങ്ങനെ സ്വന്തം അമ്മയെ നഗ്നമായിട്ട് കണ്ടതുകൊണ്ടാണ് സരസ്വതിയെ ഇങ്ങനെ നഗ്നമായിട്ട് വരയ്ക്കാൻ അവർക്ക് സാധിച്ചത്. അവർ പഠിച്ചതും കണ്ടതും ചിന്തിച്ചതുമാണല്ലോ ധ്യാനത്തിലൂടെ വരിക. അത് മാത്രമല്ല, സരസ്വതിയുടെ രൂപമോ ലക്ഷ്മിയുടെ രൂപമോ ഒക്കെ നഗ്നമായിട്ട് വരച്ച MF ഹുസൈൻ എന്ന ഒരു വിഷജീവി ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ചിത്രകാരനാണെന്ന വെപ്പ്. അദ്ദേഹത്തിന് സരസ്വതിയുടെയും ഭാരതമാതാവിന്റെയും ഹനുമാന്റെയും സീതയുടെയും എല്ലാം ചിത്രം നഗ്നമായിട്ട് വരയ്ക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഈ SFIക്കാർക്കും ഇതേമാതിരി വരയ്ക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് തന്നെ വെക്കുക. അവരെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് പറയാം. ഈ MF ഹുസൈൻ ഹിന്ദുക്കളുടെ ദേവതമാരെ മാത്രമല്ലേ വരച്ചുള്ളൂ. അയാൾക്ക് അയാളുടെ ഭാര്യയുടെ നഗ്ന രൂപം വരയ്ക്കാൻ പറ്റുമോ? ഭാര്യ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യമാരുണ്ടെങ്കിൽ അയാൾക്ക് അമ്മയുടെ നഗ്ന രൂപം വരയ്ക്കാൻ പറ്റുമോ? അയാളുടെ നഗ്ന രൂപം വരയ്ക്കാൻ പറ്റുമോ? അയാൾക്ക് അയാളുടെ അച്ഛന്റെ വരയ്ക്കാൻ പറ്റുമോ? ഏതായാലും ഖുറാനെ കുറിച്ച് മിനിഞ്ഞാന്ന് ഒരാൾ പറയുന്ന കേട്ടു. പ്രവാചകന്റെ കാമകേളികളെ കുറിച്ച് വിവരിക്കുന്ന ഒരു ഭാഗമുണ്ടെന്ന്. അതൊക്കെ ഒന്ന് നഗ്ന രൂപത്തിൽ MF ഹുസൈൻ അല്ലേ? അവസാനം ഖത്തറിൽ പോയിട്ടല്ലേ ജീവൻ ഒടുക്കിയത്. അപ്പൊ പ്രവാചകന്റെ നഗ്ന രൂപവും പ്രവാചകന്റെ ഭാര്യമാരുടെ നഗ്ന രൂപവും വരയ്ക്കാൻ പറ്റുമോ? എന്തേ അത് വരയ്ക്കാത്തത്? എന്തുകൊണ്ട് ഈ SFIക്കാരും DYFIക്കാരും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും അത് ചോദിക്കുന്നില്ല? നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ളത് നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ പ്രവാചകനും അല്ലേ? എന്തേ അത് വരയ്ക്കണില്ല? സൗദി അറേബ്യയുടെ രാജാവിന്റെ ഭാര്യമാരുടെ ഒന്ന് വരച്ചുകൂടെ? അല്ലെങ്കിൽ മെക്കയിലെ പള്ളിയിലെ മൗലവിമാരുടെ ഒന്ന് വരച്ചുകൂടെ? അതെന്താ വരയ്ക്കാത്തത്? ഹിന്ദുവിന്റെ നെഞ്ചത്ത് മാത്രം കയറണമെന്ന് MF ഹുസൈന് തോന്നിയതുമാതിരി ഇവിടുത്തെ SFIക്കാർക്ക് തോന്നാൻ കാരണം എന്താ? സരസ്വതിയുടെ നഗ്ന ചിത്രം ആരോ വരച്ചതാണ് ഞങ്ങൾ വരച്ചതെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ നഗ്ന ചിത്രം വരയ്ക്കാനായിട്ട് ഒന്ന് നിന്നു കൊടുക്കൂ. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് എടപ്പള്ളിയിലുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് കോമേഴ്സ് സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് സയൻസിൽ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ MF ഹുസൈൻ ഈ ചിത്രം വരച്ചതിനെ ഞാൻ എതിർത്ത് പറയുകയുണ്ടായിരുന്നു. 480 കുട്ടികളുള്ള ക്ലാസ്സിൽ അതിൽ 2-3 ക്രിസ്ത്യൻ കുട്ടികൾ ഇടതുപക്ഷ ചായ്വുള്ളത് പറഞ്ഞു. സരസ്വതിയുടെയും ഭാരതമാതാവിന്റെയും സീതാദേവിയുടെയും നഗ്ന ചിത്രമാണ് ഒരു സ്ത്രീ ഏറ്റവും അധികം ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നത് നഗ്നയായിട്ടിരിക്കുമ്പോഴാണ് എന്ന് പെൺകുട്ടികൾ എഴുന്നേറ്റ് 2 പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളുടെ മാട്രിമോണിയലിന് നേരെ ഭാര്യയും ഭർത്താവുമായിട്ട് നിൽക്കുന്ന, കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിന് മുമ്പ് നിൽക്കുന്ന ഫോട്ടോ മാതൃഭൂമിയിലും മനോരമയിലും കൊടുക്കുമ്പോൾ നഗ്നയായിട്ട് കൊടുക്കുകയാണ് നല്ലത്. കാരണം അതാണല്ലോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. വിവാഹ കത്തിലും ഇതേമാതിരി നഗ്നമായിട്ടുള്ള ചിത്രം വരയ്ക്കുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. മാത്രമല്ല, മോള് ഏതായാലും ക്രിസ്ത്യാനിയല്ലേ, ഈ കന്യാമറിയത്തെ ഇങ്ങനെ എന്തിനാ വരച്ചത്? ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കന്യാമറിയത്തെയും യേശുക്രിസ്തുവിനെയും കാണണമെങ്കിൽ നഗ്നയായിട്ട് വരയ്ക്കുകയല്ലേ നല്ലത്? അത് ഏറ്റുപിടിച്ച് കുറെ SFIക്കാർ പയ്യന്മാർ അവിടെ നിന്ന് ഒച്ചയെടുക്കേണ്ടായി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമല്ല, ആ പെൺകുട്ടി ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ്. ഹിന്ദു ദേവതമാരും ഭാരതമാതാവും സീതാദേവിയും ലക്ഷ്മിയൊക്കെ നഗ്നയായിട്ട് വരയ്ക്കാം. കന്യാമറിയത്തെയോ മഗ്ദലന മറിയത്തെയോ അൽഫോൺസാമയെയോ മദർ തെരേസയോ വരയ്ക്കാൻ പാടില്ല. കാരണം അവരുടെ സൗന്ദര്യമായിട്ടുള്ള രൂപം ആവിഷ്കരണ സ്വാതന്ത്ര്യത്തോടു കൂടി എന്തുകൊണ്ട് വരച്ചുകൂടാ? ഈ പെൺകുട്ടിക്ക് തോന്നിയ മാതിരിയും ഇവിടുത്തെ DYFI SFIക്കാർക്ക് തോന്നിയ മാതിരിയും പശുവിനെ അറുത്ത് ബീഫ് പാർട്ടി ഉണ്ടാക്കിയവർക്ക് പന്നിയെ അറുത്ത് എന്തുകൊണ്ട് പോർക്ക് പാർട്ടി ചെയ്തില്ല? വിവരം അറിയും. അതുകൊണ്ടാണ് ആദ്യം നല്ല അച്ഛനും അമ്മയ്ക്കും ജനിക്കണം.
അല്ലെങ്കിൽ നല്ല അച്ഛനമ്മമാരുടെ കീഴിൽ വളരണം, നല്ല സംസ്കാരമുള്ള കുടുംബത്തിൽ ജനിക്കണം, അല്ലെങ്കിൽ സംസ്കാരം ഉണ്ടാക്കാൻ കഴിവുള്ള കുടുംബത്തിൽ ജനിക്കണം. ഇതാരോ ഒരാൾ പല രീതിയിൽ പറഞ്ഞത് ഞാൻ ആവർത്തിക്കണില്ല. അങ്ങനെ ഗതികെട്ട ഒരു ജന്മം, അവനവന്റെ കുടുംബത്തിനും സമൂഹത്തിനും സംഘടനയ്ക്കും രാഷ്ട്രത്തിനും ഒരു പ്രയോജനമില്ലാത്ത കുറെ ഗതികെട്ട ജന്മം, ആ ജന്മം ചെന്ന് അവസാനിക്കുന്നത് മുഴുവനും ഭാരതീയ പൈതൃകത്തിന്റെ നന്മകളെ തിന്മകളായിട്ട് പറയുമ്പോഴാണ്. നിങ്ങൾക്കൊന്ന് ചോദിച്ചൂടെ മുസ്ലിങ്ങളോട്, നിങ്ങളുടെ ദേവതമാരുടെയും പ്രവാചകന്റെയും ഞാൻ ചിത്രങ്ങൾ നഗ്നമായിട്ട് വരയ്ക്കട്ടെ എന്ന്? നിങ്ങൾ തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ ക്രിസ്തുമസ് ആഘോഷിക്കാറുണ്ടല്ലോ, വിനായക ചതുർത്ഥിയും വിദ്യാരംഭവും ഒന്നും ആഘോഷിക്കാറില്ലല്ലോ ഹിന്ദുക്കളായ നിങ്ങൾ. എന്തേ അത് വേണ്ടെന്ന് വെച്ചത്? അതിന് ഹോൾസെയിലായിട്ട് എടുക്കാൻ RSSകാർ ചങ്കൂറ്റത്തോടുകൂടി നട്ടെല്ലുള്ളവരുണ്ട് അപ്പുറത്ത്. അതുകൊണ്ടായിരിക്കാം നട്ടെല്ലില്ലാത്തവരുടെ കൂട്ടത്തിൽ ചേർന്ന് ഈ നാടിന്റെ പൈതൃകത്തെയും ധർമ്മത്തെയും അവഹേളിക്കാനായിട്ടൊരു ജന്മം, രാവണന്റെയും കംസന്റെയും ഹിരണ്യകശിപുവിന്റെയും ജന്മം, അതിന്റെ പ്രതീകമായിട്ട് നിങ്ങൾ സരസ്വതിയെ വരച്ചത്. പക്ഷെ ഒന്നുണ്ട്, 186 ദിവസം ഭാരതത്തിലെ ഗ്രന്ഥങ്ങളെ കത്തിച്ച ലോകത്തിലെ ഏറ്റവും നീചനും നിന്ദ്യനുമാണ് ഔറംഗസീബ്. അയാൾ വിചാരിച്ചിട്ട് ഈ സംസ്കാരത്തെ ഇല്ലാതെയാക്കാൻ സാധിച്ചിട്ടില്ല. സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന മഹാ പുണ്യവാളൻ എന്ന് ആകർഷിക്കുന്ന ആള്, അയാൾ വിചാരിച്ചിട്ട് ഈ സംസ്കാരത്തെ ഇല്ലാതെയാക്കാൻ സാധിച്ചിട്ടില്ല. 650 വർഷം വിദേശത്തെ മുസ്ലിങ്ങള് ഇവിടെ വന്ന് ആക്രമിച്ച് കീഴടക്കി ഭരിച്ചിട്ടും ഈ നാടില്ലാതെയായില്ല, സംസ്കാരം ഇല്ലാതെയായില്ല. പിന്നെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഭരിച്ചിട്ടും ഈ നാടിന്റെ സംസ്കാരം ഇല്ലാതെയായില്ല. പിന്നെയാണോ തൊരപ്പന്മാരും എലിമാരും ചുണ്ടലിമാരും പോലെയുള്ള നിങ്ങളൊക്കെ വിചാരിച്ചിട്ട് ഈ നാടിന്റെ സംസ്കാരം ഇല്ലാതെയാക്കുന്നത്? വെറുതെ ഒന്ന് G. സുധാകരന്റെ അടുത്ത് ചോദിക്കാം, നിത്യവും രാമായണം വായിക്കുന്നത്. കടകംപള്ളിയും രാമായണം വായിക്കുന്നതിൽ ഇന്നലെ അഭിമാനം കൊള്ളുന്നത് കണ്ടു. KR ഗൗരിയമ്മ അല്ലെങ്കിലും ഭാഗവതം 10 പേജ് വെച്ച് എല്ലാ ദിവസവും വായിക്കാറുണ്ട്. കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്ന ചിത്രം ഇന്നലെ വാട്സപ്പിൽ കണ്ടു. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെല്ലാവരും ഈ നഗ്നയായി വരച്ച സരസ്വതിയുടെ മുമ്പിൽ തലകുനിക്കുന്ന ഒരു കാലം ഉണ്ടാവും. അതാണ് ഭാരതം, അതാണ് ഭാവരാഗ താളമുള്ള ഈ ഭാരത രാഷ്ട്രം. ഇന്ന് കയ്യടി കിട്ടാനും വോട്ട് കിട്ടാനും മുസ്ലിങ്ങളുടെ തലോടൽ കിട്ടാനും അല്ലെങ്കിൽ പുറത്തുള്ള ബ്ലാക്ക് മണി കിട്ടാനും നിങ്ങളുടെ പാർട്ടിയെ വളർത്താനുള്ള ഡൊണേഷൻ കിട്ടാനും ഒരുപക്ഷെ ഹിന്ദുക്കളെയും ഹിന്ദു ദേവതമാരെയും നിങ്ങൾ അവഹേളിക്കും. കൂടുതൽ കാലം ചെയ്യില്ല. കുറച്ച് കഴിഞ്ഞ് തീരാ വ്യാധി പോലെ മനോദുഃഖം നിങ്ങളെ ബാധിക്കുമ്പോൾ പണ്ട് ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും. അന്നായിരിക്കും നിങ്ങൾ വേദനിക്കുന്നത്. മക്കളെ, നിങ്ങളുടെ നേതാക്കന്മാരും ആരും നിങ്ങളുടെ കൂടെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. ഞാൻ ശപിച്ചതല്ല. ഈ നാടിന്റെ പൈതൃകത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചവര് ആര് വിചാരിച്ചിട്ടും ഇത് ഇല്ലാതെയാക്കിയില്ല. പക്ഷെ ഒന്നുണ്ട്, ഹിന്ദുവിനെതിരെ തിരിഞ്ഞതാണ് ഇസ്ലാമായിട്ട് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഗാൻഡഹാറിലും അഫ്ഗാനിസ്ഥാനിലും. ഹിന്ദു മതം മാറിപ്പോയതിന്റെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ കാണിക്കുന്ന കുറെ നെകളിപ്പ്. അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ പലതും ചെയ്യുന്നത്. ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും ഹിന്ദുക്കളെ മതം മാറ്റുന്നതും പണ്ട് ഹിന്ദുക്കളായിരുന്നവരാണ്. ഓർമ്മിക്കുക, നിങ്ങൾ ഇപ്പോഴും ഹിന്ദുക്കളാണ്. തിരിച്ചു വരാനുള്ള സമയമുണ്ട്. നിങ്ങൾ ഏത് പാർട്ടിയിൽ വേണമെങ്കിലും വിശ്വസിക്കുക, ഏത് നേതാവിന്റെ പുറകെ വേണമെങ്കിലും പോവുക. പക്ഷെ നാടിനെ അവഹേളിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നരകയാതന അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയുടെയും ശാപം നിങ്ങൾക്ക് ഒരു രാഷ്ട്രത്തിന്റെ ശാപം പോലെ ഏൽക്കേണ്ടി വരുമ്പോൾ അന്ന് നിങ്ങൾ കരയാൻ ജഗദീശ്വരനും ഭാരതമാതാവും നിങ്ങളെ ശപിക്കട്ടെ എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞാൽ അതുപോലും നിങ്ങളെ ബാധിക്കും. ഇത് മറ്റുള്ളവരുടെ കയ്യടി വാങ്ങിക്കാൻ ബീഫ് പാർട്ടിയും അതുപോലെ തന്നെ MF ഹുസൈൻ വരച്ച് നാട് വിട്ട് പോയി മരിക്കേണ്ടി വന്ന ഒരാളുണ്ട്. വേറൊരാൾ കൂടിയുണ്ട്. മോഡി പ്രധാനമന്ത്രിയായാൽ ഞാൻ ഈ നാട് വിടുമെന്ന് പറഞ്ഞിരുന്ന ബുദ്ധിജീവിയായ അനന്തമൂർത്തി ഈശ്വരാനുഗ്രഹം കൊണ്ട് BJPക്കാരെ കൊണ്ടുപോയിട്ട് ടിക്കറ്റ് കൊണ്ടുപോയി കൊടുത്തു. അതിനെതിരെ മാതൃഭൂമിയും മറ്റുള്ളവരും പറയുമ്പോൾ ചിന്തിക്കേണ്ടിയിരുന്നു, മോഡി പ്രധാനമന്ത്രിയായാൽ ഞാൻ ഈ നാട് വിടും. ഏത് നാട്ടിലേക്കെന്ന് കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ടിക്കറ്റ് കറക്റ്റായിട്ട് എടുത്തു കൊടുക്കാമായിരുന്നു. BJPക്കാർ അനന്തമൂർത്തിക്ക് എടുത്തു കൊടുത്തത് ഓപ്പൺ ടിക്കറ്റാ. ഏത് നാട്ടിലേക്കെങ്കിലും പോയി കിട്ടട്ടെ, ഈ നാടെങ്കിലും ശുദ്ധീകരിക്കട്ടെ എന്ന്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ശവം ഈ നാട്ടിൽ അടുക്കുമ്പോൾ ഈ നാടിന്റെ ദുർഗന്ധത്തിന് നിങ്ങളുടെ ശവശരീരം കാരണമാവരുത്. ധന്യമായ സുഗന്ധം നിങ്ങളുടെ ചിതാഭസ്മത്തിന് ഉണ്ടാവട്ടെ. തിന്മ ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, ഇന്ന് ചെയ്തത് നാളത്തെ ദുഃഖത്തിന് കാരണമാവരുത്. ഇന്ന് പറഞ്ഞത് നാളത്തെ ദുഃഖത്തിന് കാരണമാവാത്ത വിധത്തിൽ ജീവിക്കാൻ പഠിക്കുക. നിങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും മാറും. അവരുടെ മക്കളൊക്കെ മൾട്ടിനാഷണൽ കമ്പനിയിലും സൂപ്പർ സ്പെഷ്യാലിറ്റി കോളേജുകളിൽ പഠിക്കുമ്പോൾ ചാവാനും കൊല്ലാനും വേണ്ടി മാത്രം നടക്കുന്ന നിങ്ങൾ ചിന്തിക്കണം, എന്തിനു വേണ്ടി ജഗദീശ്വരൻ ഈ ജന്മം തന്നു? സരസ്വതിയെ നഗ്നയായിട്ട് വരയ്ക്കാനാ? ഭാരതമാതാവിനെ നഗ്നയായിട്ട് വരയ്ക്കാനാ? അല്ല,
നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചതുകൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കാനാ. ഓർമ്മിക്കുക, ഇന്നലെ പറഞ്ഞതും ഇന്നലെ ചെയ്തതും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാകുന്ന വിധത്തിലും, ഇന്ന് പറഞ്ഞതും ഇന്ന് ചെയ്തതും നാളത്തെ ദുഃഖത്തിന് കാരണമാകുന്ന വിധത്തിലും ജീവിക്കുന്ന ജന്മം ഗതികെട്ട ജന്മമാകാതിരിക്കട്ടെ. പ്രണാമം, നമസ്കാരം.